x into log x square separate into log x equal to substitute derivative. It will be taking more and more time. അത് നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷൻസിലേക്ക് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ട്രയൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും. ട്രയൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിനകത്ത് log x square ആണ് എല്ലായിടത്തും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സാധനം. സോ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നില്ല. കാരണം log x square തന്നെയാണ് എല്ലാ ഓപ്ഷൻസിലും കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിന്റെ കോഎഫിഷ്യൻസ് അതായത് 1/2 ആണ് 2 ആണ് 1/4 ആണ് 4 ആണ് അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് 0 എന്നുള്ളത് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ log x square ആണ് സാധാരണ log x square ആവുന്നത് എടുക്കുന്നത് കാരണം ഇവിടെ ഇവിടെ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുന്നത് log x square ആണ് ചെയ്യുന്നത്. ഇവിടെ എല്ലായിടത്തും log x square ആണ് നമ്മുടെ ഓപ്ഷൻസിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് log x square ആണ്. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് du എടുക്കുന്ന സമയത്ത് നമുക്ക് 2 log x എന്നാണ് കിട്ടുന്നത്. That is log x square derivative 2 log x square എന്നുള്ളതാണ്. log x square derivative 1/x square x square derivative 2x ആണ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് x2 ആയിട്ട് വരുന്നത്. ആ 2 എന്ന് പറയുന്നത് ഇവിടെ അതായത് 1/2 ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ഈ ബാക്കിയുള്ളത് 2 ആണോ 1/2 ആണോ എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ 2 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. That means du/2 ആണ് നമുക്ക് വരുന്നത്. du/2 ആവുമ്പോൾ the options എടുക്കുന്നത് the first option ആണ്. Next answer is okay. Second question നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷിയേഷൻ ബേസിസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The question പറയുന്നത് if x square plus y square is equal to 1 ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 സെറ്റ് ഓഫ് ആൻസേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് y right dash plus 2 into y dash square plus 1 is equal to 0 ആണോ എങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതാണ് വരുന്നത്? നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിഫറൻഷിയേറ്റ് നോക്കുകയാണെങ്കിൽ x square plus y square equal to 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x square ഡിഫറൻഷ്യൽ 2x ആണ് y square ഡിഫറൻഷ്യൽ 2y ആണ് into y dash equal to 0 വരും. അപ്പോൾ ഈ കേസിൽ തന്നെ നമ്മൾ 2 ആകെ എലിമിനേറ്റ് ചെയ്ത് കളയണം. സോ ഇവിടെ 2 എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 ഓപ്ഷൻസ് ഇവിടെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ബാക്കിയുള്ള 2 ഓപ്ഷൻസ് ഇത് രണ്ടും മാത്രമാണ് ഉള്ളത്. ഒരു +1 ആണോ ഓർ -1 ആണോ എന്നുള്ള ഓപ്ഷൻ. +1 ആണോ -1 ആണോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിയർ ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കാരണം y2 ഡാഷ് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ന്റെ ഡിഫറൻഷ്യൽ വരുന്നത് +1 ആണ്. അപ്പോൾ ഇവിടെ -1 എന്നുള്ള ഓപ്ഷൻ വരുന്നില്ല. Hence the answer is +1. So that is answer. Okay. Third question നമ്മൾ സാധാരണ +1ന്റെ ടോപ്പിക് ആണ് ഡൊമൈൻ റേഞ്ച്. നമുക്കറിയാം എപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആയിട്ട് ടോപ്പിക് ആണ് ഡൊമൈൻ എങ്ങനെയാണ് റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഡൊമൈൻ പറഞ്ഞാൽ f(x) എന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാക്സിമം x ന്റെ വാല്യൂസ് എവിടെ തൊട്ട് എവിടെ വരെയായിരിക്കും അതിന്റെ റേഞ്ച് വരിക അല്ലെങ്കിൽ എവിടെ തൊട്ട് എവിടെ വരെയാണ് x ന്റെ വാല്യൂസ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഡൊമൈൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f(x) എന്ന് പറഞ്ഞാൽ root of 7 minus 3x plus log e to the base case എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാ രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ ഉള്ളത്. സാധാരണ രണ്ട് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് ആണ് 7 minus 3x log e to the base തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് 7 minus 3x മാത്രം എടുക്കാം. 7 minus 3x മാത്രം എടുക്കുകയാണെങ്കിൽ 7 minus 3x ന്റെ വാല്യൂ greater than or equal to 0, that is 3x greater than or equal to 7, x greater than or equal to 7/3 എന്നതാണ് നമ്മുടെ റേഞ്ച് വരുന്നത് ഒരു ഫംഗ്ഷന് മാത്രം. അപ്പോൾ 7/3 x ന്റെ വാല്യൂ 7/3 കൂടുതലാണ്. x ന്റെ വാല്യൂ 7/3 കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് കിട്ടിയാണ് ഈ ഓപ്ഷൻ കിട്ടിയാണ് ഈ ഓപ്ഷൻ